അടുത്ത നിമിഷം തന്നെ അവൻ്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. നീ എന്തിനാടി എൻ്റെ പേര് വിളിച്ചത്? പല്ലുകൾ കടിച്ചു പിടിച്ച് അവൻ ചോദിച്ചു. അനന്യക്ക് മറുപടി പറയാൻ പോലും കഴിഞ്ഞില്ല. വേദന കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ നിശബ്ദമായി അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി. ആ രംഗം മുഴുവനും അവളുടെ അടുത്തേക്ക് നടന്നു വന്ന നേഴ്സും ശ്രദ്ധിച്ചിരുന്നു. സർ, വേദന കൊണ്ടല്ലേ അവർ നിങ്ങളെ വിളിച്ചേ? അതിനൊക്കെ ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ ഭാര്യയല്ലേ? നേഴ്സ് ചെറു ശാസനയുടെ സ്വരത്തിൽ ചോദിച്ചതും ആദിത്യൻ്റെ മുഖം വീണ്ടും കനത്തു. ആരാ നിന്നോട് പറഞ്ഞത് ഇവൾ എൻ്റെ ഭാര്യയാണെന്ന്? അവൻ്റെ ശബ്ദം വാർഡിലാകെ മുഴങ്ങി. ഇവൾ എൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെണ്ണ, അല്ലാതെ ഞാൻ ഇവളുടെ ഭർത്താവൊന്നുമല്ല. ആ വാക്കുകൾ അനന്യയുടെ നെഞ്ചിലേക്ക് മൂർച്ചയായ കത്തി പോലെ തറച്ചു കയറി. ഓരോ അക്ഷരം അവളുടെ ഹൃദയത്തെ കീറി മുറിക്കുന്നത് പോലെ തോന്നി. നൈസ് ഒരു നിമിഷം അമ്പരന്നു. ഓ സോറി സർ, ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. മാഡം നിങ്ങളുടെ പേരെടുത്ത് വിളിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത്. അവർ വാക്കുകൾ പൂർത്തിയാക്കാതെ നിശബ്ദയായി നിന്നു. അനന്യയെ ഒന്ന് പരിശോധിച്ച ശേഷം നേഴ്സ് വീണ്ടും പറഞ്ഞു. സർ, പേടിക്കാനൊന്നുമില്ല. തിരിഞ്ഞു കിടക്കുമ്പോൾ ചെറിയൊരു വേദനയുണ്ട്. ഒന്ന് സഹായിക്കാമോ? അവരെ മെല്ലെ തിരിച്ചു കിടത്തിയാൽ മതി. ഒരു നിമിഷം പോലും ആലോചിക്കാതെ ആദിത്യൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ്റെ കൈകൾ വളരെ സൂക്ഷ്മമായി അനന്യയുടെ തോളിലും അരയിലും തൊട്ടു. പൂവ് കയ്യിലെടുക്കുന്ന മൃദുതയോടെ അവളെ അവൻ മെല്ലെ തിരിച്ചു കിടത്തി. അവൻ്റെ വിരലുകളുടെ സ്പർശനം ശരീരത്തേക്കാൾ കൂടുതൽ അവളുടെ മനസ്സിനെയാണ് വിറപ്പിച്ചത്. വേദനയുടെ കാഠിന്യത്തിൽ അനന്യ അറിയാതെ അവൻ്റെ കൈ മുറുകെ പിടിച്ചു. അമ്മേ! അവളുടെ വിറയുന്ന ശബ്ദം മുറിക്കുള്ളിൽ അലിഞ്ഞു. ആ പിടി ഒരു നിമിഷം പോലും വിടാതെ നിന്ന് ആദിത്യൻ്റെ കണ്ണുകളിൽ ഒരു പറയാനാകാത്ത ഭാവം മിന്നിമറിഞ്ഞു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൻ ആ വികാരം മറച്ചു വെച്ചു. നേഴ്സ് എല്ലാം തയ്യാറാക്കിയ ശേഷം അവരിലേക്ക് നോക്കി. ഓക്കെ സർ, ഇനി നിങ്ങൾ പുറത്തേക്ക് വെയിറ്റ് ചെയ്യേ. അവർക്ക് ഓയിൽമെൻറ്റ് പുരട്ടി ഒരു ഇഞ്ചക്ഷനും കൊടുക്കാനുള്ളതാ. കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിളിക്കാം. അത് കേട്ടതും ആദിത്യൻ ഒന്നും പറയാതെ പുറത്തേക്ക് നടന്നു. വാതിൽ മെല്ലെ അടയുന്ന ശബ്ദം മുറിയിലാകെ നിറഞ്ഞതും അനന്യ കണ്ണുകൾ മുറുക്കി അടച്ചു. അവനേക്കാൾ കൂടുതൽ വേദനിപ്പിച്ചത് അവളുടെ ശരീരത്തിലെ മുറിവുകളല്ല, എല്ലാവരുടെയും മുന്നിൽ അവൻ പറഞ്ഞ ആ വാക്കുകളാണ്. ഇവൾ എൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെണ്ണാണ്, അല്ലാതെ എൻ്റെ ഭാര്യയല്ല എന്നവൻ്റെ വാക്കുകൾ. ആ വാക്കുകൾ വീണ്ടും വീണ്ടും അവളുടെ കാതുകൾ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അടുത്ത നിമിഷം കണ്ണിൻ്റെ കോണിൽ നിന്ന് ഒരു കണ്ണുനീർത്തുള്ളി നിശബ്ദമായി ഒഴുകിയിറങ്ങി. തലയണിയെ നനച്ച് ആ കണ്ണുനീർ അവളുടെ ഹൃദയം എത്രത്തോളം തകർന്നു കിടക്കുകയാണെന്നതിന് മൗനസാക്ഷിയായി മാറി. അതിനുശേഷം നേഴ്സ് അനന്യയുടെ മുറിവിൽ മെല്ലെ ഓയിൽമെൻറ്റ് പുരട്ടാൻ തുടങ്ങി. കുറച്ചൊന്ന് നീറ്റു മാഡം, സഹിക്കണം. ഓയിൽമെൻറ്റ് പുരട്ടിയതിന് ശേഷം ഇഞ്ചക്ഷൻ ചെയ്തു എന്ന്. അമ്മേ! അനന്യയുടെ വേദന നിറഞ്ഞ നിലവിളി മുറിയിലാകെ മുഴങ്ങി. ആ ശബ്ദം കേട്ടതും വാതിലിനരികിൽ നിന്നിരുന്ന ആദിത്യ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. വേദന കൊണ്ട് ശരീരം വിറച്ച അനന്യ അറിയാതെ അവൻ്റെ കൈ രണ്ടും കൊണ്ട് മുറുകെ പിടിച്ചിരുന്നു. അവളെ ഒന്ന് നോക്കിയ ശേഷം വേദന കാരണം അല്പം മാറിയിരുന്ന വസ്ത്രത്തിനിടയിലൂടെ അവളുടെ ഇടുപ്പ് അവൻ്റെ കണ്ണിൽ പതിഞ്ഞു. നഗ്നമായ അവളുടെ ആലില വയർ ഒരു നിമിഷം അവൻ നോക്കി നിന്നു. ആ നിമിഷം തന്നെ അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിചിത്രമായ വികാരം മിന്നിപ്പോയി. സ്വയം ശാസിച്ചുകൊണ്ടവൻ വേഗം നോട്ടം മാറ്റി. എന്താണ് എനിക്ക് സംഭവിക്കുന്നത്? അവൻ മനസ്സിൽ സ്വയം ചോദിച്ചു. ഇതുവരെ ഒരിക്കൽ അനുഭവിക്കാത്തൊരു അസ്വസ്ഥത, അതോ പറയാൻ കഴിയാത്ത മറ്റെന്തോ വികാരമോ? ഹൃദയം പതിവിലും വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അതേസമയം വേദന സഹിക്കാനാകാതെ അനന്യ അവൻ്റെ കൈകൾ കൂടുതൽ മുറുകെ പിടിച്ചു. ആ സ്പർശനത്തിൽ അവൻ്റെ ഉള്ളം വീണ്ടും ഒന്ന് വിറച്ചുപോയി. ആ നിമിഷം തൻ്റെ വികാരങ്ങൾ ഇനി പൂർണ്ണമായും തൻ്റെ നിയന്ത്രണത്തിലെന്ന് ആദിത്യന് വ്യക്തമായി മനസ്സിലായി. ആദിത്യൻ തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടതും അനന്യ പെട്ടെന്ന് അവൻ്റെ കൈ വിട്ടു. വേദനയും നാണവും ഒരുപോലെ അവളെ കീഴടക്കി. നീ എന്തിനാടി കിടന്ന് അലറിയെ? ഒരു ചെറിയ ഇഞ്ചക്ഷനല്ലേ എടുത്തേ, അതിനാണോ ഇത്ര വലിയ ബഹളം വെച്ചത്? അവൻ അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ മറ്റെവിടെയോ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അനന്യക്ക് അവൻ്റെ ആ പെരുമാറ്റം മനസ്സിലായില്ല. പെട്ടെന്ന് അവൾ തൻ്റെ ടോപ്പ് ശരിയാക്കി ഒരു നിമിഷം സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ദൈവമേ, ഇനി ഇയാളെങ്ങാനും തൻ്റെ ഇടുപ്പ് കണ്ടോ? ആ ചിന്ത വന്നതും അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൾ ശ്രദ്ധിച്ചത് ആദിത്യനിപ്പോഴും പുറം തിരിഞ്ഞ് നിൽക്കുകയാണെന്ന്. ഒരിക്കൽ പോലും അവളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. അത് കണ്ടപ്പോൾ അവൾ അറിയാതെ ദീർഘശ്വാസം വിട്ടു. എന്നെ ഒന്ന് തിരിച്ചു കിടത്താമോ? വേദന കടിച്ചമർത്തിക്കൊണ്ട് അനന്യ പതിഞ്ഞ സ്വരത്തിൽ അവനോടായി ചോദിച്ചു. ആദ്യത്തെ കണ്ണുകൾ മുറുക്കിയടച്ചു. ദൈവമേ, ഇനി ഇവളെ തിരിച്ചു കിടത്തുകയും വേണോ? മനുഷ്യനെ കാണാൻ പാടില്ലാത്തതൊക്കെ കാണിച്ചിട്ട് ഇനി സമാധാനമെന്ന് കിട്ടുക?
മനസ്സിൽ പെറുപുറത്തുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. നിങ്ങളെന്തെങ്കിലും പറഞ്ഞോ? അനന്യ സംശയത്തോടെ ചോദിച്ചു. അവനൊരു നിമിഷം അവളെ നോക്കി. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് ഇത്തവണ അവളുടെ കണ്ണുകളിലേക്ക് പോലും നോക്കാതെ പരമാവധി ശ്രദ്ധയോടെ അവളെ മെല്ലെ അവൻ തിരിച്ചു കിടത്തി. എനിക്ക് ഇഞ്ചക്ഷൻ വെക്കുന്നത് ചെറുപ്പം മുതലേ ഭയമാ, അനന്യ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ അറിയാതെ നിലവിളിച്ചു പോയത്. അവൾ ഒരു നിമിഷം അവനെ നോക്കി മടിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു. എന്നെ ഒന്ന് പിടിക്കുമോ സാർ? അവളുടെ ശബ്ദത്തിൽ അപേക്ഷ മാത്രമായിരുന്നു. അല്ലാതെ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ഞാൻ ശാന്തമായി ഇരിക്കില്ല. ആദിത്യൻ അവളെ ഒന്ന് തുറിച്ചു നോക്കി. ഏതവസ്ഥയിലായാലും നിന്റെ തർക്കുത്തരത്തിന് ഒരു കുറവുമില്ല, അവൻ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എപ്പോഴും വളവള എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ദേഷ്യത്തോടെ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ പിറുപിറുത്തു. നാശം. മനസ്സോടെ അവളുടെ കിടക്കയിലരികിലേക്ക് നീങ്ങിയ അവൻ ഒരു കൈകൊണ്ട് അവളുടെ കൈത്തണ്ട മെല്ലെ പിടിച്ചു. അനന്യ ആ പിടിയിൽ വേദന മറക്കാൻ ശ്രമിച്ചുകൊണ്ട് കണ്ണുകൾ മുറുക്കിയടച്ചു. ആദിത്യൻ്റെ മനസ്സിൽ പക്ഷെ മറ്റൊരു ചിന്തയായിരുന്നു. ഇത്തരം പെൺകുട്ടികളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. കരച്ചിലും നിഷ്കളങ്കമായി കാട്ടി ആളുകളെ സ്വന്തം ഭാഗത്തേക്ക് അടുപ്പിക്കുന്നവർ. അവൻ്റെ മുഖം വീണ്ടും കഠിനമായി. അച്ഛൻ പറഞ്ഞിരുന്ന ഏതെങ്കിലും ഒരു വിവാഹത്തിന് സമ്മതം മൂളിയിരുന്നെങ്കിൽ ഇന്നിവളെ എനിക്ക് സഹിക്കേണ്ടി വരില്ലായിരുന്നു. ആ ചിന്തയോടെ അവൻ ദേഷ്യത്തിൽ പല്ലുകൾ കടിച്ചു പിടിച്ചു. എനിക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട മീറ്റിംഗുണ്ട്. കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ആദിത്യൻ അസ്വസ്ഥനായി അനന്യയോട് പറഞ്ഞു. അതെല്ലാം മാറ്റിവെച്ച നിന്റെ കൂടെ ഇവിടെ നിൽക്കുകയാണ് ഞാൻ. അതുകൊണ്ട് വേഗം എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ റെഡിയായിക്കോ. അനന്യ അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. സാർ, എനിക്ക് ശരിക്കും എഴുന്നേൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തിനാ ഈ ഹോസ്പിറ്റൽ വന്നത്? വേദന കടിച്ചമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞതും ആദിത്യൻ കണ്ണുകൾ ചിമ്മി. ഈ അവസ്ഥയിലും നിനക്ക് വായക്ക് ഒരു കുറവുമില്ല. അവൻ പെറുപെറുത്തു. നിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ ശരിക്കും നോക്കുന്നുണ്ട്. അവൻ്റെ ശബ്ദത്തിൽ പതിവിലും ദേഷ്യം തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാൻ. അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ അവൻ രണ്ടടി മുന്നോട്ട് വെച്ചിട്ട് എന്തോ ഓർത്തതുപോലെ വീണ്ടും നിന്നു. പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വേദന കൊണ്ട് അനന്യ അതേപടി കിടക്കയിൽ ചുരുണ്ടു കിടക്കുകയാണ്. ഒരു നിമിഷം അവൻ്റെ മനസ്സിൽ പറയാനാവാത്തൊരു അസ്വസ്ഥത കടന്നുപോയി. പക്ഷെ അടുത്ത നിമിഷം തന്നെ വികാരത്തെ മുഖത്ത് തെളിയാൻ അനുവദിക്കാതെ പതിവ് പോലെ കർക്കശമായ ഭാവം തിരിച്ചണിഞ്ഞ് ഒന്നും പറയാതെ മുറിക്ക് പുറത്തേക്ക് നടന്നു. ആദിത്യൻ പുറത്തേക്ക് ഇറങ്ങിയതും അനന്യമല്ലേ കണ്ണുകളടച്ച് ദീർഘശ്വാസം വിട്ടു. ഡോക്ടർ റോയ്, ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ട് പ്രോബ്ലം ഉണ്ടോ? ആദിത്യൻ ചോദിച്ചപ്പോൾ ശബ്ദത്തിൽ അറിയാതൊരു പതർച്ച കലർന്നിരുന്നു. ഡോക്ടർ റോയ് റിപ്പോർട്ട് അടച്ചു വെച്ചുകൊണ്ട് ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. പേടിക്കാനൊന്നുമില്ല ആദി. ഇടുപ്പിലെ മാംസത്തിന് ചെറിയൊരു ചതവുണ്ട്. പക്ഷേ എല്ലിനൊരു പ്രശ്നവുമില്ല. റിപ്പോർട്ട് അവന് കൈമാറിക്കൊണ്ട് അദ്ദേഹം തുടർന്നു. വേദന കുറിച്ച് കൂടുതലായിരിക്കും. ഈ ഓയിൽമെൻറ്റ് കൃത്യമായൊന്ന് പുരട്ടി കൊടുത്താൽ മതി. മരുന്നും മുടക്കരുത്. പിന്നെ ഒരു ആഴ്ചയോളം കുറച്ച് ശ്രദ്ധയോടെ നോക്കിയാൽ മതി. അതിനുള്ളിൽ പൂർണ്ണമായി ശരിയാകും. ആദിത്യൻ അറിയാതൊരു നിശ്വാസം വിട്ടു. ഓക്കെ ഡോക്ടർ, എന്നാൽ ഞാനിപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടു പോകട്ടെ? തീർച്ചയായും ആദി. ഡോക്ടർ അനുവാദം നൽകിയതും ആദിത്യൻ റിപ്പോർട്ടുകളും പ്രിസ്ക്രിപ്ഷനും വാങ്ങി നേരെ മെഡിക്കൽ ഷോപ്പിലേക്ക് നടന്നു. മരുന്നെല്ലാം വാങ്ങി പുറത്തേക്ക് വന്നപ്പോൾ കയ്യിലെ വാച്ചിലേക്കൊന്ന് നോക്കിയവൻ. 8 മണി. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ദേഷ്യത്തോടെ കാറിൻ്റെ ഡോറിൽ ഒറ്റയടി അടിച്ചു അവൻ. ഇവളെ കണ്ട അന്ന് മുതൽ പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഓഫീസിൽ ഒരു ദിവസം പോലും വൈകിയിട്ടില്ല. ഇപ്പോൾ സമയം 8 ഇനി വീട്ടിലെത്തണം, അവളെ ഇറക്കണം, അത് കഴിഞ്ഞ് ഓഫീസിൽ പോകണം. ഇവളായാൽ ഇനിയും എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എന്തോ. സ്വയം പെറുപെറുത്തുകൊണ്ട് അവൻ വീണ്ടും വാർഡിലേക്ക് നടന്നു. മുറിക്കുള്ളിൽ കടന്നപ്പോൾ അനന്യ അതേപടി അനങ്ങാതെ കിടക്കുകയാണ്. അവനൊരു നിമിഷം അവളെ നോക്കി നിന്നു. എഴുന്നേൽക്ക്, പോകാം. അവൻ്റെ പതിവ് ഗൗരവമുള്ള ശബ്ദം കേട്ടതും അനന്യമല്ല കണ്ണു തുറന്നു. സാർ. വേദനയോടെ അവൾ അവനെ നോക്കി. എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല, അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണമെങ്കിൽ 2 സിസ്റ്റർമാരെ വിളിക്കൂ. അവർ എന്നെ വീൽചെയറിലോ അല്ലെങ്കിൽ സഹായിച്ചോ പുറത്തേക്ക് കൊണ്ടുപോയിക്കോളും. അവളുടെ വാക്കുകൾ കേട്ടതും ആദ്യം അവളെ നോക്കി നിന്നു. മുഖത്ത് പതിവ് പോലെ ദേഷ്യമുണ്ടായിരുന്നെങ്കിലും അടുത്ത നിമിഷം എന്ത് ചെയ്യണമെന്ന് ആശയക്കുഴപ്പം അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു. സാർ, വേണമെങ്കിൽ സ്ട്രെച്ചർ കൊണ്ടുവന്നാൽ എന്നെ കാറിൽ കയറ്റിയാലും മതി. അനന്യ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും ആദ്യത്തെ നെറ്റിയിൽ കൈവച്ചു. അതുപോലെ തന്നെയല്ലേ? ദേഷ്യത്തോടെ അവൻ പിറുപിറുത്തു. കണ്ടാലൊരു ചെറിയ പെൺകുട്ടിയെ പോലെയാണ് തോന്നുക. പക്ഷെ ജോലി ചെയ്യുന്ന ഓരോന്നും മല പോലെ എടുക്കുന്നതും പോലെ ഈ സംസാരവും. ഈ കുട്ടിത്തം എന്ന് മാറുമോ എന്തോ? അവൻ പിറുപിറുത്തു. അതും പറഞ്ഞ് ഒരു നിമിഷം പോലും മടിക്കാതെ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു.